ഹായ് ഡിയേഴ്സ്, ഒപ്പം സ്റ്റിച്ചിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസൈനർ കുർത്തിയുടെ കട്ടിങ് കണ്ടിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർ ഈ മുകളിൽ ഐ ബട്ടൺ തെളിഞ്ഞു വരുന്ന കണ്ടോ, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോകാം. ഈ വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ലൈനിങ്ങിൻ്റെ മിഡിൽ പോയിൻറ്റും നല്ല തുണിയുടെ മിഡിൽ പോയിൻറ്റും നമ്മൾ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നമുക്ക് വി നെക്കാണ് ഇതിന് വെച്ച് കൊടുക്കേണ്ടത്. ചിലർ വി നെക്ക് വെക്കുമ്പോൾ സൈഡിലേക്ക് പോകും, അതുപോലെ ആലില നെക്കൊക്കെ വെക്കുമ്പോൾ സൈഡിലേക്ക് പോകും. അതിനായിട്ട് നമുക്ക് അങ്ങനെ വരാതിരിക്കാൻ കറക്റ്റ് ടേപ്പ് കൊണ്ട് നമ്മൾ ചെസ്റ്റിൻ്റെ ഭാഗം അളന്നിട്ട് മടക്കി മിഡിൽ പോയിൻ്റ് എടുത്തു കൊടുക്കുക. അപ്പം നെക്ക് നിങ്ങൾക്ക് നോക്കുമ്പോൾ നേരെയാണെന്ന് ഇരിക്കുന്നതെന്ന് തോന്നും, പക്ഷേ കണ്ടോ ഇത് ഇങ്ങോട്ട് ഇച്ചിരി കൂടെ നീക്കിയത്, അപ്പോൾ കറക്റ്റ് മിഡിൽ ഭാഗത്ത് തന്നെ ഇത് വന്നു. അപ്പോൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക, അതല്ലെങ്കിൽ പിൻ കുത്തി കൊടുക്കുക. ഇനി നമുക്ക് ചെറിയ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക, അതായത് ഷോർട്ട് സ്റ്റിച്ച്, ലെങ്ത് തീരെ കുറച്ചിട്ട്, അപ്പോൾ പോയിൻ്റൊക്കെ കിട്ടാനായിട്ട് നമുക്ക് നല്ലതാണ്. ഇതുപോലെ നമ്മൾ ക്യാൻവാസിൻ്റെ അരികിൽ കൂടെ തന്നെ തയ്ച്ചെടുക്കുക. ക്യാൻവാസിൽ കയറ്റി തയ്ക്കരുത്, അരികിൽ കൂടി വേണം തയ്ക്കാൻ. എന്നിട്ട് ഇതുപോലെ വീതിയിൽ കട്ട് ചെയ്തെടുത്തു. ഇനി ചെറിയ കട്ടിങ് നമുക്ക് കൊടുക്കണം. ഇനി ഇത് ഉള്ളിലേക്ക് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം. എന്നിട്ട് നല്ല തുണി നമുക്ക് ഉയർത്തിയിട്ട് ക്യാൻവാസ് ലൈനിങ്ങിലേക്ക് നമുക്ക് ഇതുപോലെ തയ്ച്ചു കൊടുക്കാം. വേണമെങ്കിൽ ഹെം ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഹെം ചെയ്താൽ കുറച്ച് നാൾ കഴിയുമ്പോൾ പോകും, പക്ഷേ ഇങ്ങനെ ചെയ്താൽ ഒട്ടും തന്നെ പോകത്തില്ല, വളരെ ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ നമ്മൾ തയ്ച്ചെടുത്തു. ഇനി വേണ്ടത് നല്ല തുണി ലൈനിങ്ങിലേക്ക് ഫുള്ളായിട്ട് തയ്ച്ചു പിടിപ്പിക്കാം. എല്ലാ വശവും ഇതേപോലെ തന്നെ നന്നായിട്ട് നമുക്ക് തയ്ച്ചു പിടിപ്പിക്കണം. അപ്പോൾ ഒരു സൈഡ് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ, എല്ലാ വശവും നിങ്ങൾ നന്നായിട്ട് തയ്ച്ചു പിടിപ്പിക്കുക. ഇത് കണ്ടില്ലേ, ഇതുപോലെ കിട്ടി. അപ്പോൾ നമ്മൾ വി നെക്ക് ചെയ്യുമ്പോൾ നമുക്ക് നെക്കിന് വീതി നല്ലപോലെ കൂടുതലായിരിക്കും. അപ്പോൾ അത് കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിങ്ങനെ വീതിയായിട്ട് ഇപ്രാവശ്യം കട്ട് ചെയ്ത് കേട്ടോ. എന്നിട്ട് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിങ്ങനെ എടുത്തിട്ട് പിന്നീട് എനിക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് കറക്റ്റ് മെഷർമെൻറ്റിൽ ഞാനിത് കട്ട് ചെയ്യും. ഇതിപ്പോൾ ഒത്തിരി വീതി കൂടുതലാണ്. ഈ വീതി കൂടുതൽ നമ്മൾ വെക്കുമ്പോൾ ഈ ഭാഗം നന്നായിട്ട് വീതി വരും. കാരണം ഇത് റൗണ്ട് നെക്കല്ല, വി നെക്ക് ആയതുകൊണ്ടാണ് ഈ ഭാഗത്ത് ഇത്രയും വീതി വരുന്നത്. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഷോൾഡറെല്ലാം പിടിപ്പിച്ചതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ കട്ട് ചെയ്യണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ഫ്രണ്ട് നെക്ക് നമ്മൾ കുഴിച്ചെടുക്കുകയും ചെയ്യണം, എങ്കിൽ മാത്രമേ ഫിനിഷിംഗ് ആയിട്ട് വരൂ. ഇല്ലെങ്കിൽ ഈ വി നെക്ക് ചെയ്യുമ്പോൾ നന്നായിട്ട് ചുളിവ് നമ്മുടെ ആം ഹോളിൻ്റെ ഭാഗത്ത് വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഇതിങ്ങനെ റൗണ്ട് അല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. റൗണ്ട് നെക്ക് ആണെങ്കിൽ ഇവിടെ വീതി കുറഞ്ഞേ വരത്തുള്ളൂ. അപ്പോൾ വി ആകുമ്പോൾ ഇത്രയും സ്പേസ് നമുക്ക് കിട്ടുമല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് വി നെക്കിന് ഇത്രയും ചുളിവ് വരുന്നത്. അത് നമുക്ക് പിന്നീട് നോക്കാം. നെക്കിൻ്റെ എല്ലാ പീസും ഞാൻ ഇങ്ങനെ സൈഡിലോട്ടുള്ളതെല്ലാം വെച്ചതിന് ശേഷം നമുക്ക് നോക്കാം. ഇനി ഇത് നമുക്ക് വെക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ക്രോസ് പീസ് അപ്പോൾ ഇതേപോലെ ഒന്ന് വലിയ നീളത്തിൽ, ഒന്ന് കുറച്ച് നീളം കുറവിലും നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. അപ്പോൾ ഇത് കറക്റ്റ് ഒരേപോലെ തന്നെ ക്രോസ് പീസ് നമ്മൾ മടക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഞാൻ മടക്കി ഒന്ന് അയൺ ചെയ്ത് എടുത്തുകൊണ്ട് വരാം. ഒരേ വീതിയിൽ കിട്ടണം. നമ്മൾ കൈകൊണ്ട് മടക്കുമ്പോൾ ചിലപ്പോൾ ഒരേ വീതിയിൽ കിട്ടണമെന്നില്ല. അപ്പോൾ എന്തെങ്കിലും കാർഡ്ബോർഡ് പോലത്തെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നമുക്കങ്ങനെ ഒരേ വീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുക. തീരെ അങ്ങ് തിന്നാക്കണ്ട, കുറച്ച് 1 ഇഞ്ച് വീതിയിൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ എൻ്റെ കയ്യിൽ ഒരു കട്ടിയുള്ള കാർഡ്ബോർഡാണ് കേട്ടോ. ഇത് ലൈനിങ്ങിൻ്റെ അകത്ത് വെക്കുന്നതാണ്. കുറച്ചുകൂടെ തിന്നായിട്ടുള്ളതായിരുന്നു വേണ്ടത്, മടക്കി വെക്കുന്ന മോഡലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കിട്ടിയില്ല. അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. പകരം ഞാൻ എളുപ്പത്തിന് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഉള്ളിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ ഒരേ വീതിയിൽ നമുക്ക് കിട്ടുമല്ലോ. കുറച്ചൊന്ന് മെനക്കേടാണ്. നമ്മളിങ്ങനെ ഒന്ന് വെച്ച് പ്രസ് ചെയ്ത് കൊടുത്ത് ഒന്ന് അയൺ ചെയ്തെടുക്കണം. കണ്ടോ, കറക്റ്റ് ആ വീതിയിൽ വരും. അപ്പോൾ അങ്ങനെ ഞാൻ ഫുള്ളായിട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ വശത്തുനിന്ന് തുടങ്ങാം. ഇങ്ങനെ നമ്മൾ മടക്കി 2 വശവും ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഒന്ന് അയൺ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ചിങ്ങോട്ട് കണ്ടോ ഈ ഒരു വീതിയിൽ നമുക്ക് കിട്ടും. എന്നിട്ട് കുറച്ചിങ്ങോട്ട് നീക്കി വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം കേട്ടോ. അത് നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്കത് നല്ല സ്പീഡാവും. പെട്ടെന്ന് നമുക്കത് നീക്കി അങ്ങോട്ട് കൊടുത്താൽ മതി. നന്നായിട്ട് നമുക്ക് അയൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. വേറെ പല മെത്തേഡ്സും ഉണ്ട്, ഞാൻ എളുപ്പത്തിന് ഇത് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടി. കണ്ടോ, ഞാൻ ഇതിങ്ങനെ വെച്ച് കൊടുത്ത് അയൺ ചെയ്തെടുത്തതാണ്. അതുകൊണ്ട് എനിക്ക് കറക്റ്റ് ആ ഒരേ വീതിയിൽ കണ്ടോ, ഇതിൻ്റെ അതേ വീതിയിൽ തന്നെ നമ്മൾ ഫുള്ളായിട്ട് നമുക്ക് കിട്ടി. കൈകൊണ്ട് പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ എത്ര എന്ന് പറഞ്ഞാലും നമ്മൾ മടക്കുമ്പോൾ ശരിയാകത്തില്ല. ഇതിൻ്റെ പുറത്ത് വേറൊരു കാർഡ്ബോർഡും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ പൊതിഞ്ഞ് വെക്കുന്ന രീതിയിലാണ് സാധാരണ നമ്മൾ ചെയ്തെടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമുണ്ട്. ബാക്കിലേക്ക് വലിച്ച് കൊണ്ടുപോയാൽ മതി, ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എങ്ങനെയാണോ പറ്റുന്നത് ആ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തു. ഇനി നമുക്കിതിലേക്ക് തയ്ച്ചു പിടിപ്പിക്കാം.
അപ്പോൾ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ എങ്ങനെ വേണമെങ്കിലും വെക്കാം. പിന്നെ നിങ്ങൾ ഷോൾ ഇടുന്നുണ്ടെങ്കിൽ ആ ഡിസൈൻ മറുഭാഗത്ത് വരുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഇതിപ്പോൾ ഞാൻ ചെറിയ പീസ് നെക്കിൻ്റെ അവിടെ വരെ വന്ന് നിൽക്കുന്നത് ഇടതുവശത്തായിട്ട്, അതായത് ഇടുമ്പോൾ ഇടതുവശത്ത് വരുന്ന രീതിയിലാണ് ഞാൻ വെച്ച് കൊടുത്തത്. പക്ഷേ അങ്ങനെയല്ല, തിരിച്ചാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇപ്പം ഷോളിൻ്റെ കൂടെ ഇടുന്നവർക്കാണെങ്കിൽ, ടോപ്പായിട്ട് ഇടുവാണെങ്കിൽ കുഴപ്പമില്ല, തിരിച്ചായാലും മറിച്ചായാലും അത് മറയുന്നില്ലല്ലോ. ഷോൾ ഇടുന്നുണ്ടെ ആ ഡിസൈൻ മറഞ്ഞു പോകാതിരിക്കാനാണ് ഞാൻ തിരിച്ച് ചെയ്യാനായിട്ട് പറഞ്ഞത്. ചെറിയ പീസ് അപ്പോൾ നെക്കിൻ്റെ വലതുവശത്തായിട്ട് വെച്ച് കൊടുക്കണം. ഇതിപ്പോൾ എന്തായാലും നമ്മൾ വെക്കുന്നത് നിങ്ങൾ മെതേഡ് നോക്കുക, അതനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ വരെ നമ്മൾ തയ്ച്ചു കൊണ്ടുവന്നു. ഇനി അടുത്ത പീസ് നമുക്ക് വെക്കാം, എന്നിട്ട് മറ്റേത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ അതാ ഇത് നെക്കിൻ്റെ അരികുവശത്തെ ബ്ലാക്ക് കാണരുത്, അതിനും കവർ ചെയ്ത് വേണം ഇത് വെച്ച് കൊടുക്കാനായിട്ട് കേട്ടോ. ആദ്യത്തെ ഒരു പീസ് ഫുള്ളായിട്ട് നമുക്കങ്ങ് തയ്ച്ചെടുക്കാം. ഒത്തിരി വലിക്കരുത്, എങ്ങനെയാണോ തുണി ഇരിക്കുന്നത് ആ ഒരു രീതിയിൽ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചു കൊടുക്കുക ആകാവുള്ളൂ കേട്ടോ. ഒത്തിരി വലിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ചുളിവ് വരും. അപ്പോൾ ആ ചുളിവ് വരാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് പതുക്കെ നീക്കി ഒന്ന് കൊടുത്ത് വെച്ച് നോക്കുക. കുഴപ്പമില്ല, നമുക്ക് വെച്ച് കൊടുത്ത് തയ്ക്കാം എന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് നമ്മളിതുപോലെ അങ്ങ് തയ്ച്ച് പിടിപ്പിക്കുക. ഞാൻ റെഡ് നൂല് തന്നെയാണ് ഇട്ടത് കേട്ടോ, കാരണം ബ്ലാക്ക് ഇടുമ്പോൾ അതിൻ്റെ ആ സ്റ്റിച്ചിങ് നമുക്ക് കാണാനായിട്ട് പറ്റും. എന്നിട്ട് ഇത് ഉള്ളിൽ വെച്ച് കട്ട് ചെയ്യുക. അപ്പോൾ ഇത് കാണരുത്, അപ്പോൾ തുമ്പ് ഇത് കാണുന്നുണ്ട്, അപ്പോൾ അത് പൊട്ടിച്ചിട്ട് വീണ്ടും ഇത് കുറച്ചുകൂടെ അകത്തോട്ട് വെച്ച് നമ്മൾ കട്ട് ചെയ്തു. കണ്ട, ആ തുമ്പ് കാണാത്ത രീതിയിൽ ഇതിങ്ങനെ ക്ലോസ് ചെയ്യുമ്പോൾ ഒട്ടും തന്നെ കാണരുത്, ആ രീതിയിൽ വെച്ച് കൊടുക്കാം. കണ്ടോ, ഇത് കറക്റ്റായിട്ട് ഇവിടെ വന്നു. നമ്മളത് വെച്ച് കൊടുത്ത് കറക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ വളവ് പോലെ വരും, നമുക്കത് ശരിക്കും തയ്ച്ച് പിടിപ്പിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അഴിച്ചിട്ട് വീണ്ടും വെക്കേണ്ടി വരും. കണ്ടോ, ഇത് കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടി. നമ്മൾ തുമ്പെല്ലാം കട്ട് ചെയ്തു, നന്നായിട്ട് അയൺ ചെയ്തു. ഈ ഭാഗം വരെ ആയിരിക്കും നമുക്ക് ഷേപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല ഫിനിഷിംഗ് ആയിട്ട് ചെയ്തെടുക്കുക. നെക്കിൻ്റെ അരികുവശത്തെ ആ ബ്ലാക്ക് ഒട്ടും തന്നെ പുറമേക്ക് കാണാതെ ചെയ്യുന്നതാണ് ഭംഗി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഈ റെഡ് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തെള്ളി നിൽക്കുന്നത് കണ്ടോ, അതുകൊണ്ടാണ് ആ നെക്കിൻ്റെ ഇത് കാണാത്തത്. അതേപോലെ നന്നായിട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നെക്കിൻ്റെ ഭാഗം ഫിനിഷ് ആവുന്നതായിരിക്കും. ഇനി ബാക്ക് സൈഡാണ് നമുക്ക് ചെയ്യേണ്ടത്. ബാക്ക് സൈഡ് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ റെഡ് കളർ നൂലായതുകൊണ്ട് ഇതിൻ്റെ സ്ലീവിൻ്റെ എൻഡും കൂടെ നമുക്കങ്ങ് തയ്ച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഒന്ന് സ്റ്റിച്ച് ചെയ്തു, ഒന്നുകൂടെ നമ്മളിത് തിരിച്ചിട്ട് എൻഡ് ഭാഗവും കൂടെ സ്റ്റിച്ച് ചെയ്തു. ഇനി ബ്ലാക്ക് ത്രെഡാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഇനി ബാക്ക് സൈഡും കൂടെ നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നെക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അരികു വശത്തൂടെ നമുക്കിത് ഫുള്ളായിട്ട് തയ്ച്ചെടുക്കാം. ഇനി നമുക്ക് ചെറിയ കട്ടിങ് കൊടുത്ത് ഇത് നമുക്ക് ഉള്ളിലേക്ക് മടക്കി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നല്ല വശം ഉയർത്തിയിട്ട് ക്യാൻവാസിലേക്ക് ഇത് തയ്ച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് വളരെ നല്ലതാണ്. എനിക്ക് ചെയ്തിട്ട് ഒത്തിരി ഇഷ്ടമായ ഒരു മെത്തേഡാണിത് കേട്ടോ. കാരണം നമുക്ക് ഹെം ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് അത്രയും കൂടെ സമയം ലാഭിക്കാനായിട്ട് കഴിയും. ഒരിക്കലും ഇത് പോത്തില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വലിയൊരു ഗുണം. ഇനി ഇത് ഷോൾഡർ നമുക്ക് ചെയ്ത് കൊടുക്കാം. നല്ല വശവും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ഈ ലൈനിങ് ഫുള്ളായിട്ട് ഇങ്ങോട്ട് മടക്കിയിട്ട് കൊടുക്കാം. നമ്മൾ ഇതിങ്ങനെ ക്യാൻവാസിലേക്ക് തയ്ച്ച് പിടിപ്പിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡും നല്ലതാണ്. ഫുള്ളായിട്ട് നമ്മൾ ലൈനിങ് ഇതിലേക്ക് ഇങ്ങനെ മടക്കിയിട്ട് കൊടുക്കുമ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ടാണ് നമ്മൾ ആ ഷോൾഡറിൻ്റെ ഭാഗം ഇരിക്കുന്നത്. അടുത്തത് അതേപോലെ തന്നെ നല്ല വശവും ഒരുമിച്ച് വെച്ചിട്ട് ലൈനിങ് നമ്മൾ ബാക്കിലേക്ക് ഫുള്ളായിട്ട് വെക്കുകയാണ്. കണ്ടോ, നമ്മൾ 1/2 ഇഞ്ച് വീതിയിൽ 2 സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തു. ഇനി നമുക്ക് ലൈനിങ്ങിലേക്ക് തുണി നന്നായിട്ട് തയ്ച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഞാൻ ഒരു വശം മാത്രമേ കാണിക്കുന്നുള്ളൂ, നിങ്ങൾ 2 വശവും നന്നായിട്ട് തയ്ച്ച് പിടിപ്പിക്കുക. മിച്ചമുള്ള ലൈനിങ് പീസും എല്ലാം നമ്മൾ കട്ട് ചെയ്ത് നീറ്റാക്കുക. ഇനി നമുക്ക് ഷോൾഡർ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതേപോലെ എല്ലാ പീസും ഒരുമിച്ച് ഒന്ന് മടക്കിയിട്ട് കൊടുക്കുക. കണ്ടല്ലോ, ഇതേപോലെ. എന്നിട്ട് ഈ തുമ്പ് ഒരുപോലെ തന്നെ പിടിക്കണം. ഈ തുമ്പ് 4 പീസും ഒരുപോലെ തന്നെ പിടിച്ചിട്ട് കൈകൊണ്ട് ജസ്റ്റ് എല്ലാം ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഷോൾഡർ കട്ട് ചെയ്തെടുക്കണം. ഷോൾഡർ ഒരുപാട് അങ്ങ് വീതി കുറയ്ക്കേണ്ട. ഇപ്പോൾ ഓരോരുത്തരുടെ ഷോൾഡറിൻ്റെയും വണ്ണത്തിൻ്റെ സൈസ് അനുസരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. ഇതിപ്പോൾ തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് 2.5 വരണം. അപ്പോൾ ഒരു 3 ഇഞ്ച് വീതിയിൽ നമുക്ക് എടുത്തു കൊടുക്കാം. അതിലും കുറയ്ക്കരുത്. വണ്ണം തീരെ കുറഞ്ഞ കുട്ടികളാണെങ്കിൽ അങ്ങനെ നമ്മൾ എടുക്കാവുള്ളൂ. അപ്പോൾ ഓരോരുത്തരുടെ ഷോൾഡറിൻ്റെ വലുപ്പം അനുസരിച്ചുകൂടെ നമ്മൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ 3 ഇഞ്ച് വീതിയിലാണ് ഷോൾഡർ വെച്ചത്. എന്നിട്ട് കറക്റ്റ് ഇതേപോലെ അങ്ങ് കട്ട് ചെയ്യുക.
അപ്പോൾ ഷോൾഡറിൻ്റെ കുറച്ച് വീതി കുറയും. ഇനി വേണ്ടത് നമുക്ക് ബാക്ക് സൈഡ് മാറ്റിയിട്ടിട്ട് ഫ്രണ്ട് സൈഡ് ഇതേപോലെ തന്നെ മടക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഭാഗവും കൂടെ കുഴിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് ആ ഭാഗത്തെ ചുളിവുകളെല്ലാം മാറും. കണ്ടോ, കുഴിച്ച് നമ്മൾ എടുത്തു കൊടുത്തു. എന്നിട്ട് ഇവിടെ നമുക്ക് ഒരു മാർക്കിംഗ് കൊടുക്കാം. മാർക്കിംഗ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ഓർത്തിരുന്നാൽ മതി ഫ്രണ്ട് സൈഡ് ഏതാണെന്ന്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആദ്യമേ കട്ട് ചെയ്തിട്ട് ചെയ്താലും ഉണ്ടല്ലോ, ചിലപ്പോൾ നമ്മൾ തയ്ച്ചെല്ലാം കഴിയുമ്പോൾ ഷോൾഡറിൻ്റെ വീതി കുറഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് പല പ്രാവശ്യം എനിക്ക് അങ്ങനെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തയ്ക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് അങ്ങനെ ചെയ്യുന്നത്. ചിലർ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കറക്റ്റ് നമുക്ക് ഷോൾഡറിൻ്റെ വീതിയെല്ലാം കൃത്യമായിട്ട് കിട്ടും. ഇനി സ്ലീവാണ് നമ്മൾ യോജിപ്പിക്കുന്നത്. സ്ലീവ് നമ്മൾ ഇതുപോലെ ഫുള്ളായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. സ്ലീവിൻ്റെ വണ്ണം ഞാൻ 6.5 കൊടുത്തു, ഇവിടെ 5.5 കൊടുത്തു. അതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ ഭാഗത്തെ വണ്ണവും നമ്മൾ സാധാരണ എപ്പോഴും മാർക്ക് ചെയ്യാറുള്ളത് എങ്ങനെയാണ് അതുപോലെ കൊടുത്തു. ഇവിടെ നമ്മൾ ഷേപ്പ് ലെങ്ത്ത് 13.5 മാർക്ക് ചെയ്തിട്ട് 9 വണ്ണം മാർക്ക് ചെയ്തു. സ്ലിറ്റിൻ്റെ ലെങ്ത്ത് ഞാൻ 20 മാർക്ക് ചെയ്തിട്ട് അവിടുത്തെ വണ്ണം ഞാൻ 11.5 കൊടുത്തു. എന്നിട്ട് ഇതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് നമ്മളിതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് മാർക്കിങ്ങിലൂടെ തന്നെ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. സ്ലിറ്റിൻ്റെ പോയിൻറ്റിൻ്റെ അവിടെ കൊണ്ടുവന്ന് നമ്മൾ കുത്തി നിർത്തുക. അവിടെ നമ്മൾ പൊട്ടിക്കണ്ട, കുത്തി നിർത്തിയാൽ മതി കറക്റ്റ് പോയിൻറ്റിൽ. എന്നിട്ട് നേരെ ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും അതേ ലൈനിൽ കൂടെ ഈ ഒരു ഭാഗം വരെ തയ്ച്ചിട്ട് വേസ്റ്റിൻ്റെ അവിടെ വരുമ്പോൾ 1/4 ഇഞ്ച് വീതിയിൽ നമുക്ക് അകത്തി തയ്ച്ച് കൊടുക്കാം. സ്ലിറ്റിൻ്റെ അവിടെ കൊണ്ടുവന്നിട്ട് വീതി തയ്ച്ചാൽ നമുക്ക് അവിടുന്ന് തയ്ച്ചെടുക്കാൻ പറ്റത്തില്ല. പിന്നെ വീണ്ടും ഞാൻ പൊട്ടിച്ചിട്ട് താഴേന്ന് സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക് തയ്ച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ നമ്മൾ 3 സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മിച്ചമുള്ള പീസ് 1 ഇഞ്ച് വീതി വിട്ടിട്ട് നമുക്ക് ബാക്കിയുള്ളത് കട്ട് ചെയ്യാം. ഒരുപാട് തയ്യൽ തുമ്പിൻ്റെ ആവശ്യമില്ല. നമുക്ക് അത്യാവശ്യം എത്രയാണോ വേണ്ടത് അത്ര മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഓൾറെഡി നമ്മൾ 3 സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്, പിന്നെ 1 ഇഞ്ച് വീതിയും കൂടി ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് സ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുർത്തി റെഡിയാവും. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇതേപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഫോട്ടോ തിരിച്ചു മറിച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇഷ്ടമുള്ളത് എങ്ങനെയാണോ അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. പിന്നെ ഷോൾ ഇടുന്നുണ്ടെങ്കിൽ അത് മറുവശത്തായിട്ട് വരുന്ന രീതിയിൽ, അതായത് മുകളിൽ ഞാൻ കൊടുത്തിരിക്കുന്ന ആ ഡിസൈനിൽ നിങ്ങൾ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഫോട്ടോയിൽ തിരിച്ചു മറിച്ചും കൺഫ്യൂഷൻ ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് തുണി എടുത്തിട്ട് മേത്ത് വെച്ച് നോക്കണം എങ്ങനെയാണ് അത് കറക്റ്റായിട്ട് കിട്ടുന്നതെന്നുള്ളത്. അപ്പോൾ ഷോളൊന്നും ഇടുന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എങ്ങനെ വേണോ അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ നൈറ്റി മെറ്റീരിയൽസ് താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാവുന്നതാണ്. അജ്രകിൻ്റെ പുതിയ കളക്ഷൻസ് അടുത്ത ആഴ്ച വരുന്നതായിരിക്കും. അപ്പോൾ 2-3 ദിവസത്തിനകം നമ്മൾ വീഡിയോ ഇടും. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്.